السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഖുത്ബ അലി മതപ്രസംഗം ചുരുക്കുന്നത് അറഫ ദിവസം. അത് ഒരുപാട് പ്രസംഗിക്കൂല, കുറച്ച്. ഖസ്റിൽ ഖുത്ബത്തി ബി അറഫത്തി. സാലിം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ഉമർ വിശദീകരിക്കുന്നു, അബ്ദുൽ മലിക് ബിൻ മർവാൻ അൽ ഹജ്ജാജിന് ഒരു എഴുത്ത് എഴുതി. അതിൽ എഴുതിയിരുന്നത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് അതുപോലെ തന്നെ ചെയ്യണം എന്നായിരുന്നു. അതായത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അതുപോലെ തന്നെ പിന്തുടരുക. അങ്ങനെ അറഫ ദിവസം ആയപ്പോൾ, അതായത് 9 ദുൽഹിജ്ജ, സൂര്യൻ നടുക്കിൽ നിന്ന് അല്പം താഴേക്ക് താഴാൻ തുടങ്ങിയത് മധ്യാഹ്നം കഴിഞ്ഞു. ഉച്ചയിൽ നിന്ന് കഴിഞ്ഞുകൊണ്ട് വൈകുന്നേരത്തിലേക്ക് പോകാനുള്ള തുടക്കം തുടങ്ങി. ആകാശത്തിൽ സൂര്യൻ മാറി. ഞാനും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായും പുറത്തേക്ക് വന്നു. എന്നിട്ട് അൽ ഹജ്ജാജിൻ്റെ തുണി കൊണ്ടുള്ള ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു, കൂടാരം. അതിൻ്റെ പുറത്ത് നിന്ന് ഒച്ചത്തിൽ വിളിച്ചു, എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അൽ ഹജ്ജാജ് പുറത്തേക്ക് വന്നു. ഇബ്നു ഉമർ പറഞ്ഞു, ബാ നമുക്ക് അറഫയിലേക്ക് പോവാം. അൽ ഹജ്ജാജ് ചോദിച്ചു, ഇപ്പോഴോ? ഇബ്നു ഉമർ മറുപടി പറഞ്ഞു, അതെ. അൽ ഹജ്ജാജ് പറഞ്ഞു, എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ തലയിൽ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ, അതായത് ഞാൻ കുളിക്കട്ടെ എന്ന്. നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് അറബികളും സംസാരിക്കുന്നത് എന്നറിയുമ്പോൾ ഒരു സന്തോഷം, തലയിൽ കൂടെ വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇബ്നു ഉമർ അതിൻ്റെ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ യാത്രാ വാഹനത്തിൻ്റെ പുറത്തുനിന്ന് താഴെ ഇറങ്ങി. അൽ ഹജ്ജാജ് പുറത്ത് വരുന്നത് വരെ അവിടെ കാത്തു നിന്നു. എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും ഇടയിലായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. ഞാൻ അൽ ഹജ്ജാജിനോട് പറഞ്ഞു, നിനക്ക് സുന്നത്ത്, അതായത് ശരിയായ രീതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴി, ഇന്നെന്താണോ റസൂൽ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഖുത്ബ ചുരുക്കുക, മതപ്രസംഗം ചെറുതാക്കുക, എന്നിട്ട് തിരക്ക് പിടിച്ച് അറഫയിലേക്ക് അവിടെ താമസിക്കാൻ വേണ്ടി പോവുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലീം പറഞ്ഞത് സത്യമാണ്. അൻ സാലിം ഇബ്നു അബ്ദുല്ലാഹി അന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാന കതബ ഇലൽ ഹജ്ജാജി ഐ യതമ്മ ബി അബ്ദുല്ലാഹ് ബിൻ ഉമർ ഫിൽ ഹജ്ജി ഫലമ്മ കാന യൗമ അറഫത ജാഅ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വഅന മഅഹു ഹീന സാഗത്തി ശംസു ഔ സാലത് ഫസ്വാഹ عند فسطاطه أين هذا فخرج إليه فقال ابن عمر الرواحة فقال أنا قال نعم قال أنظرني أفيض علي ماء فنزل ابن عمر رضي الله عنهما حتى خرج فسار بيني وبين أبي فقلت إن كنت تريد أن تصيب السنة اليوم فاقصر الخطبة وعجل الوقوف فقال ابن عمر صدقت. അറഫയിലുള്ള താമസത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അറഫയിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് തിരക്ക് പിടിച്ചു പോകുന്നത് അത്തഅജീലി ഇലൽ മൗഖിഫി. അറഫയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് അൽ വുഖൂഫി ബി അറഫത്തി. മുഹമ്മദ് ബിൻ ജുബൈർ ഇബ്നു മുത്തഇം വിശദീകരിക്കുന്നു, എൻ്റെ പിതാവ് പറഞ്ഞു, ഇസ്ലാമിന് മുമ്പ് ഞാൻ എൻ്റെ ഒട്ടകത്തിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. വേറെ ഒരു റിപ്പോർട്ടറും കൂടെ ഇതേ രീതിയിൽ ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ജുബൈർ ബിൻ മുത്തഇം പറയുന്നു, എൻ്റെ ഒട്ടകം കാണാതെ പോയി. ഞാൻ അതിനെ അന്വേഷിച്ച് പുറത്തേക്ക് പോയി. അത് അറഫ ദിവസമായിരുന്നു. ഞാനപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, അള്ളാഹു ആണേ, ഇദ്ദേഹം ഹുംസിൽ നിന്നുള്ളതാണ്. അതായത് വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ മതനിയമങ്ങൾ കണിശമായി പാലിക്കുന്ന ആൾ. ഖുറൈശികളെ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു. അവർ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങൾ പരിശുദ്ധമായ സ്ഥലം അല്ലെങ്കിൽ ഹറം, അവിടെ നിന്ന് പുറത്ത് പോവുകയില്ല. അദ്ദേഹത്തിന് ഇവിടെ എന്താണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം വന്നത്? ജുബൈർ ബിൻ മുത്തഇം ഖാല അദ്ലൽതു ബഈറൻ ഫദഹബ്തു അത്ലുബു യൗമ അറഫത ഫറഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫൻ ബി അറഫത ഫഖുൽതു ഹാദാ വല്ലാഹി മിനൽ ഹുംസ് ഫമാ ശഅനുഹു ഹാഹുന. ഉർവ വിശദീകരിക്കുന്നു, ഇസ്ലാമിന് മുമ്പുള്ള, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ തവാഫ് കഅബയ്ക്ക് ചുറ്റും തുണിയില്ലാതെ ചെയ്യാറുണ്ടായിരുന്നു, ഹുംസ് ഒഴികെ. അതായത് ഖുറൈശികളെയാണ് ഹുംസ് എന്ന് കണക്കാക്കുന്നത്. അവരും അവരുടെ വംശപരമ്പര, ആ ഒരു ഗോത്രം മുഴുവൻ, അവരുടെ വസ്ത്രങ്ങൾ ആണുങ്ങൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു തവാഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിട്ടുകൊണ്ട് തവാഫ് ചെയ്യാം. അതേപോലെ ഹുംസ് അല്ലെങ്കിൽ ഖുറൈശികളിൽ നിന്നുള്ള സ്ത്രീകൾ അവരുടെ വസ്ത്രം മറ്റ് സ്ത്രീകൾക്ക് പുറത്തു നിന്ന് വരുന്നവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു, അത് തവാഫ് ചെയ്യുമ്പോൾ ഇടുന്നതിന് വേണ്ടി. ഈ ഹുംസ്, അതായത് ഖുറൈശികൾ അല്ലെങ്കിൽ നല്ല
മതസ്ഥരായ ആളുകൾ, മതം കണിശമായി പാലിക്കുന്നവർ, അതാണ് അർത്ഥം നമ്മൾ മുമ്പുള്ള ഹദീസിൽ കണ്ടത്. അവർ ആർക്കെങ്കിലും തുണി കൊടുത്തില്ലെങ്കിൽ അവർക്ക് തുണിയില്ലാതെ തവാഫ് ചെയ്യേണ്ടി വരുമായിരുന്നു കഅബയ്ക്ക് ചുറ്റും. മാക്സിമം ആളുകളും അറഫയിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോകുമായിരുന്നു. പക്ഷേ ഹുംസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഖുറൈശികൾ, അവർ മുസ്ദലിഫയിലേക്ക് പോകുമായിരുന്നു അവിടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഉർവ കൂട്ടിച്ചേർക്കുന്നു, എൻ്റെ പിതാവ് വിശദീകരിച്ചു ആയിഷ പറഞ്ഞതായിട്ട്. അടുത്ത വചനങ്ങൾ അത് ഹുംസിനെ പറ്റി ഉള്ളതായിരുന്നു, അത് അവതരിച്ചു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുക, എല്ലാവരും പിരിഞ്ഞു പോകുന്ന സ്ഥലത്ത് നിന്ന്. 2-ാമത്തെ സൂറത്ത് 199-ാമത്തെ ആയത്ത്. ഉർവ കൂട്ടിച്ചേർക്കുന്നു, അതായത് ഹുംസ്, അവർ മുസ്ദലിഫയിലും നിൽക്കാറുണ്ടായിരുന്നു, എന്നിട്ട് അവിടെ നിന്ന് മിനയിലേക്ക് പോവാറുണ്ടായിരുന്നു. അങ്ങനെ അവരോട് അറഫയിലേക്ക് പോവാൻ അള്ളാഹുവിൻ്റെ ഉത്തരവ് വന്നു. قال عروة كان الناس يطوفون في الجاهلية عراة إلا الحمص والحمص قريش وما ولدت وكانت الحمص يحتصبون على الناس يعطي الرجل الثياب يطوف فيها وتعطي المرأة الثياب تطوف فيها فمن لم تعطي الحمص طاف بالبيت عريانا وكان يفيض جماعة الناس من عرفات وتفيض الحمص من جمع. قال فأخبرني أبي عن عائشة رضي الله عنها أن هذه الآية نزلت في الحمص ثم أفيضوا من حيث أفاض الناس. البقرة 199. قال كانوا يفيضون من جمع فدفعوا إلى عرفات. അറഫയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്പീഡ്, അല്ലെങ്കിൽ ഒരാളുടെ സ്പീഡ്, അസൈരി ഇദാ ദഫ മിൻ അറഫത. ഉർവ വിശദീകരിക്കുന്നു, ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് എൻ്റെ സാന്നിധ്യത്തിൽ ചോദിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകങ്ങളുടെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്തായിരുന്നു അറഫയിൽ നിന്നും അവർ പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ, അതായത് ഹജ്ജത്തുൽ വദാ കഴിഞ്ഞിട്ട്. ഉസാമ മറുപടി കൊടുത്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മീഡിയം സ്പീഡിലാണ് പോയത്, അതായത് മിതമായ സ്പീഡ്. ഇപ്പോൾ ഒട്ടകത്തിൻ്റെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ സ്പീഡാണ് 25 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ 15, 10, 20 കിലോമീറ്റർ സ്പീഡിൽ. നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ മര്യാദയ്ക്കുള്ള സ്പീഡിൽ പോവുക, പാഞ്ഞു പോകാതെ മീഡിയം സ്പീഡിൽ. പക്ഷേ അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒട്ടകങ്ങളെ വേഗത്തിൽ ഓടിക്കാമായിരുന്നു, പക്ഷെ അദ്ദേഹം ഓടിച്ചില്ല. അപ്പം മിതമായ സ്പീഡിലാണ് അദ്ദേഹം ഒട്ടകങ്ങളെ കൊണ്ട് പോയത്. عن هاشم بن عروة عن أبيه أنه قال سئل أسامة وأنا جالس كيف كان رسول الله صلى الله عليه وسلم يسير في حجة الوداع حين دفع. قال كان يسير العنق فإذا وجد فجوة نص. അറഫയ്ക്കും ജമ്മയിനും ഇടയിൽ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ പുറത്തു നിന്ന് ഇറങ്ങുന്നത്, അതായത് മുസ്ദലിഫ അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഇറങ്ങുന്നത്. അന്നുസൂലി ബൈന അറഫത്ത വ ജമ്മൈൻ. ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്ന് പോയതിന് ശേഷം അദ്ദേഹം മലംചെരുവിലൂടെ അല്ലെങ്കിൽ മലമ്പാതയിലേക്കാണ് കയറിയത്. എന്നിട്ട് അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്തു, എന്നിട്ട് ഒളു എടുത്തു. ഞാൻ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ ഇവിടെ നമസ്കരിക്കുമോ? അദ്ദേഹം പറഞ്ഞു, നമസ്കരിക്കാനുള്ള സ്ഥലം നിങ്ങളുടെ മുമ്പിലാകുന്നു, അതായത് അൽ മുസ്ദലിഫ. ഇത് ഹദീസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. عن أسامة بن زيد رضي الله عنهما أن النبي صلى الله عليه وسلم حيث أفاض من عرفة مال إلى الشعب فقضى حاجته فتوضأ فقلت يا رسول الله أتصلي فقال للصلاة أمامك. നാഫി വിശദീകരിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഗ്രിബും ഇശായും ഒരുമിച്ച് ജമ്അയായിട്ട് മുസ്ദലിഫയിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്ത മലമ്പാതയിലൂടെ, അല്ലെങ്കിൽ മലകളുടെ ഇടയിലൂടെ, അല്ലെങ്കിൽ മലകൾക്ക് മുകളിൽ കൂടെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അതിൽ കയറി അദ്ദേഹം മലമൂത്ര വിസർജനം ചെയ്യുകയും വുളു എടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അവിടെ നമസ്കരിക്കാറില്ലായിരുന്നു. അദ്ദേഹം നമസ്കാരത്തിൻ്റെ സ്ഥലത്ത് എത്തുന്നതുവരെ, അതായത് ജമ്അയായിട്ട് മുസ്ദലിഫയിൽ ചെല്ലുന്നതുവരെ. عن نافع قال كان عبد الله بن عمر يجمع بين المغرب والعشاء بجمع غير أنه يمر بالشعب الذي أخذه رسول الله صلى الله عليه وسلم فيدخل فينتفض ويتوضأ ولا يصلي حتى يصلي بجمع.
ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യാത്ര ചെയ്തു, അല്ലെങ്കിൽ പുറകിൽ യാത്ര ചെയ്തു, ചിലപ്പോൾ ഒരേ മൃഗത്തിൻ്റെ പുറത്തായിരിക്കും. അറഫയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലമ്പാതയിൽ എത്തി. അതിൻ്റെ ഇടതുവശത്ത് മുസ്ദലിഫയ്ക്ക് മുമ്പായിട്ടാണ്. അവിടെ ഒട്ടകത്തിന് മുട്ടുകുത്തിച്ചു. അതായത് ഒട്ടകം താഴെ മുട്ടുകുത്തി കിടന്നാലാണ് മുകളിലുള്ള ആൾക്ക് കയറുകയോ ഇറങ്ങുകയോ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആനയൊക്കെ അങ്ങനെയാണെങ്കിൽ കാല് മടക്കി കാണിക്കാറുണ്ട് ആൾ കയറാനും ഇറങ്ങാനും. അതുപോലെ മുട്ടുകുത്തിച്ചു. അവിടെ അദ്ദേഹം മൂത്രമൊഴിച്ചു, എന്നിട്ട് വെള്ളമൊഴിച്ച് വുളു എടുത്തു. വളരെ ചെറിയൊരു വുളുവാണ് എടുത്തത്. അതായത് 3 പ്രാവശ്യം എല്ലാം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ഞാൻ അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് നിസ്കാരത്തിനുള്ള സമയമാണോ അള്ളാഹുവിൻ്റെ റസൂലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമസ്കാരത്തിൻ്റെ സ്ഥലം നിൻ്റെ മുമ്പിലാണ്, അതായത് മുസ്ദലിഫയിലാണ്, അങ്ങോട്ട് ഇനിയും പോയിട്ട് വേണം എന്നുള്ള രീതിയിൽ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും യാത്ര തുടർന്നു മുസ്ദലിഫ എത്തുന്നത് വരെ. എന്നിട്ട് അദ്ദേഹം അവിടെ നമസ്കരിച്ചു. പിന്നെ രാവിലെ 10 ദുൽഹജ്ജയ്ക്ക് അൽ ഫദ്ൽ ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യാത്ര ചെയ്തു. അപ്പോൾ അവർ ഒരേ ഒട്ടകത്തിൻ്റെ പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. عن أسامة بن زيد رضي الله عنهما أنه قال ردفت رسول الله صلى الله عليه وسلم من عرفات فلما بلغ رسول الله صلى الله عليه وسلم الشعب الأيسر الذي دون المزدلفة أناخ فبال ثم جاء فصببت عليه الوضوء فتوضأ وضوءا خفيفا فقلت الصلاة يا رسول الله قال الصلاة أمامك فركب رسول الله صلى الله عليه وسلم حتى أتى المزدلفة فصلى ثم ردف الفضل رسول الله صلى الله عليه وسلم غداة جمع. ഖുറൈബ് റിപ്പോർട്ടർമാരിൽ ഒരാൾ പറയുന്നു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് വിശദീകരിച്ചതായിട്ട് അൽ ഫദ്ലിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയ ചൊല്ലിക്കൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രയിൽ, ജംറ എത്തുന്നത് വരെ. ജംറൽ ആഖബ, കല്ലെറിയുന്ന സ്ഥലം. قال قريب فأخبرني عبد الله بن عباس رضي الله عنهما عن الفضل أن رسول الله صلى الله عليه وسلم لم يزل يلبي حتى بلغ الجمرة. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവ്, അതായത് ആളുകൾ സമാധാനത്തോടെയും ക്ഷമയോടെയും ഇരിക്കണം അറഫയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ട ആളുകൾക്ക് നേരെ വീശിയത്. അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സക്കീനതി ഇൻദൽ ഇഫാദതി വൽ ഇശാറതി ഇലൈഹിം ബിസ്സൗതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്തു. അറഫ ദിവസം 9 ദുൽഹജ്ജ ആയിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഒച്ചയും കരച്ചിലും ഒക്കെ കേട്ടു. അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ഒട്ടകങ്ങളെ അടിക്കുന്നതിൻ്റെ എന്തോ ആയിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചാട്ട കൊണ്ട് ആളുകളെ അടുത്തേക്ക് വിളിച്ചു, ഇങ്ങനെ ആംഗ്യം കാണിച്ച് വിളിച്ചു, അല്ലയോ മനുഷ്യരെ ശാന്തരായിരിക്കൂ. തിരക്ക് പിടിക്കുക എന്നുള്ളത് നന്മ അല്ലെങ്കിൽ നേർമാർഗത്തിൻ്റെ ഒരു അടയാളം അല്ല. അപ്പോൾ നമ്മൾ സമാധാനത്തോടെ പതുക്കെ ചെയ്യുക. ഒട്ടകത്തിന് അടിച്ച് ഓടിക്കാൻ നോക്കുക എന്തോ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, അല്ലാഹു അലം. حدثني ابن عباس رضي الله عنهما أنه دفع مع النبي صلى الله عليه وسلم يوم عرفة فسمع النبي صلى الله عليه وسلم وراءه زجرا شديدا وضربا للإبل فإشار بصوته إليهم وقال أيها الناس عليكم بالسكينة فإن البر ليس بالإضاع. മുസ്ദലിഫയിൽ 2 നമസ്കാരം ഒരുമിച്ച് നമസ്കരിക്കുന്നത് അൽ ജംഇ ബൈന സ്വലതൈനി ബിൽ മുസ്ദലിഫത്തി. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്നും പുറപ്പെട്ടു. മലമ്പാതയിൽ അദ്ദേഹം ഇറങ്ങി മൂത്രം ഒഴിച്ചു, ചെറിയ ഒരു വുളു എടുത്തു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നമ്മൾ ഇവിടെ നമസ്കരിക്കാൻ പോവുകയാണോ? അദ്ദേഹം പറഞ്ഞു, നമസ്കാരം നിൻ്റെ മുമ്പിൽ ആകുന്നു, അതായത് മുസ്ദലിഫയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം മുസ്ദലിഫയിൽ എത്തിയപ്പോൾ അദ്ദേഹം ഒരു പൂർണ്ണമായ വുളു എടുത്തു. എന്നിട്ട് ഇഖാമത്ത് കൊടുത്തു നമസ്കാരത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം എന്നിട്ട് മഗ്രിബ് നമസ്കരിച്ചു. അവിടെ എല്ലാവരും അവരുടെ ഒട്ടകത്തിനെ മുട്ടുകുത്തിച്ചു. പിന്നെ ഇഖാമത്ത് കൊടുത്തു അടുത്ത നമസ്കാരത്തിന് വേണ്ടിയിട്ട്, അതായത് ഇശ നമസ്കാരം. അതിനിടയിൽ അദ്ദേഹം ഒരു നമസ്കാരവും നമസ്കരിച്ചില്ല. അതായത് മഗ്രിബിനും ഇശായ്ക്കും ഇടയിൽ വേറെ നമസ്കാരമൊന്നും സുന്നത്തൊന്നും ഉണ്ടായിരുന്നില്ല.
عن أسامة بن زيد رضي الله عنهما أنه سمعت يقول دفع رسول الله صلى الله عليه وسلم من عرفة فنزل الشعب فبال ثم توضأ ولم يسبع الوضوء فقلت له الصلاة فقال الصلاة أمامك فجاء المزدلفة فتوضأ فأسبع ثم أقيمت الصلاة فصلى المغرب ثم أناخ كل إنسان بعيره في منزله ثم أقيمت الصلاة فصلى ولم يصلي بينهما. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.